ഓക്കെ, HTML അപ്പോൾ എനിക്ക് തോന്നുന്നു DBMSനേക്കാളും എളുപ്പമാണല്ലോ HTML. നമുക്കിങ്ങനെ ചോദ്യങ്ങൾ, ഞാൻ കുറച്ചധികം ചോദ്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നോരോന്ന് വായിക്കുക. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ നിങ്ങൾ ഉത്തരം പറയാം. ഓക്കെ, റീഡബിൾ ആണല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇന്ന് ഫോണ്ട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. വായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Which of the following best describes hypertext? എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ്? ഈ HTML അകത്ത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ആൻസർ ബി തന്നെയാണ്. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ ലിങ്ക്സ് ടു അതർ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ആൻസർ ബി ആണ്. ഓക്കെ, നമ്മളെ കഴിഞ്ഞ DBMSന്റെ ക്ലാസ്സിലത്തതുപോലെ നമ്മൾ ക്ലാസ്സിൽ പറയാത്ത ചില പോയിന്റുകൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് പറഞ്ഞതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആണ്. ഹൈപ്പർ ലിങ്ക് ഉള്ള ടെക്സ്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അഥവാ മറ്റ് പേജുകളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ വെബ്സൈറ്റ് എന്നുള്ള കൺസെപ്റ്റിന്റെ അതാണ്. നമ്മളിങ്ങനെ പേജുകൾ ഡിസൈൻ ചെയ്ത് ഒരു പേജിൽ നിന്ന് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് അടുത്തേക്ക് പോവാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, വേറെ പേജിലേക്ക് പോവാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കിടക്കുന്ന പേജുകൾ. അതിൽ നിന്നാണ് നമ്മളുടെ ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പോ ബെസ്റ്റ് ഡിസ്ക്രൈബ് ആണ്. ഓക്കെ, ബെസ്റ്റ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും നന്നായിട്ട് പറയുന്നത് ഏതാണെന്നുള്ളതാണല്ലോ. അപ്പോൾ ദാറ്റ് കണ്ടെയ്ൻ ലിങ്ക്സ് ടു അതർ ഡോക്യുമെന്റ് ഓർ ടെക്സ്റ്റ്, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, രണ്ടാമത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോർ പ്രിൻസിപ്പിൾ ഓഫ് HTML5? നമ്മൾ പറഞ്ഞിരുന്നു HTML5 ആണ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ അതിന്റെ കോർ പ്രിൻസിപ്പിൾ അല്ലാത്തത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കോർ പ്രിൻസിപ്പിൾ ആയിരിക്കണം അല്ലെ? അങ്ങനെ നോക്കാലോ നമുക്ക്. എന്തായിരിക്കും? നിങ്ങൾ ഇതും ചെറിയൊരു ഡൗട്ടിന് സാധ്യതയുള്ളതാണ്. എന്നാലും നിങ്ങളൊന്ന് കറക്കി കുത്തിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ആൻസർ പറയൂ. 2 ആൻസർ സി ആണ്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാ സി പറഞ്ഞെന്നുണ്ടെങ്കിലും ഉണ്ടോ? വെറുതെ പറഞ്ഞതാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ HTML5ന്റെ പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് അങ്ങനെയാണോ? എന്താണ് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്താണെന്ന് പറയാമോ? സി ആണ്, ആൻസർ സി ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് സി എന്നുള്ളതും കൂടി ഒന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ അടിപൊളിയായി. വിവിധ HTML സിൻടാക്സ് സ്ട്രിക്റ്റ് അല്ല എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെയല്ല. അതായത് HTML5ന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതെന്നാണല്ലോ. അപ്പോൾ ഡിവൈസ് ഇൻഡിപെൻഡന്റ് മാർക്കപ്പ്, അതായത് ഓരോ ഡിവൈസ് ഇൻഡിപെൻഡന്റ് ഏത് ഡിവൈസിലും വർക്ക് ചെയ്യും. അത് HTML5ന്റെ ഒരു പ്രത്യേകതയാണ്. പൊതുവെ HTML പ്രത്യേകതയാണ് എല്ലാ സിസ്റ്റത്തിലും. അതായത് മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യും, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യും, അതുപോലെ ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും HTML5 വെബ്സൈറ്റുകൾ ഏത് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. അപ്പോൾ ഒന്നാമത്തത് HTML5ന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ ബെറ്റർ ഹാൻഡ്ലിംഗ് ഓഫ് മൾട്ടിമീഡിയ, നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഓരോ വർഷം കൂടുന്തോറും മൾട്ടിമീഡിയയുടെ ഉപയോഗം കൂടി വരികയാണ്. അപ്പൊ എന്തായാലും HTML5ന്റെ ബെറ്റർ ഹാൻഡ്ലിംഗ് ഓഫ് മൾട്ടിമീഡിയ കണ്ടന്റ് എന്നുള്ളത് കൂടാനാണ് സാധ്യത. അപ്പൊ ബെറ്റർ അതും അതിന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ എൻഹാൻസ്ഡ് സെമാൻറ്റിക് ആൻഡ് സ്ട്രക്ചർ ഫോർ ഡോക്യുമെന്റ്സ്, ഒന്നും കൂടി സ്ട്രക്ചർ ആയിട്ടുള്ള, കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് അതിന്റെ കോഡ് എഴുതാൻ പറ്റുന്നു. അതിന്റെ സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതുന്ന രീതി, അതൊക്കെ അപ്പൊ ഇത് മൂന്നും HTML5ന്റെ കോർ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അല്ലാതെ വരുന്നത് സപ്പോർട്ട് ഫോർ സ്ട്രിക്റ്റ് XML സിൻടാക്സ് ആണ്. XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ പറയുന്നത്. HTML കൂടെ ഉപയോഗിക്കുന്നത് അത് വേറൊരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് അല്ല, HTML കൂടെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ അത് HTML5ന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ അല്ല. ഓക്കെ, ഇത് മൂന്നുമാണ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. വേഗം പറഞ്ഞാൽ വേഗം നമുക്ക് അടുത്തതിലേക്ക് പോവാം. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ ഇൻ HTML5? എന്തിനാണ് നമ്മൾ ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തിനാണ് നമ്മൾ ഡോക് ടൈപ്പ് ഉപയോഗിക്കുന്നത്? ഡോക് ടൈപ്പ് ഉപയോഗിക്കുന്നത് HTMLന്റെ വേർഷൻ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് ആ വേർഷൻ? HTML5.
ഈ ഡോക്യുമെന്റ് HTML5 ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബാക്കിയൊന്നും അതിൻ്റെ ആൻസർ അല്ല. അപ്പോൾ ഡോക് ടൈപ്പ് ഉപയോഗിക്കുന്നത് HTML വേർഷൻ പറഞ്ഞു കൊടുക്കാനാണ്. ഓക്കെ, നാലാമത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സ്ട്രക്ചർ ഓഫ് എൻ HTML ഡോക്യുമെന്റ്. പോരട്ടെ, ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നാണ് ചോദ്യം. ആദ്യത്തത് HTML ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. HTML എഴുതണം, അവസാനം HTML ക്ലോസ് ചെയ്യണം. അതെല്ലാത്തിലും അങ്ങനെ തന്നെയുണ്ട്. HTML കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ടത് ഏതാണ്? പറഞ്ഞവരൊന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് ഉത്തരം പറയാം. HTML ഓപ്പൺ ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹെഡ് ഓപ്പൺ ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്യണ്ടേ? ഇതിൽ ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഹെഡ് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോ അല്ല ആൻസർ. ഹെഡ് ക്ലോസ് ചെയ്തിട്ടില്ല. ആൻസർ ഈസ് സി. നിങ്ങൾ അത് നോക്കിയാൽ മതി. HTML ഓപ്പൺ ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഹെഡ് ഓപ്പൺ ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ടൈറ്റിൽ നമ്മൾ കൊടുക്കാറുള്ളത് ഹെഡിന്റെ അകത്താണ്. ഹെഡിന്റെ അകത്ത് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് H1 ഓപ്പൺ ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ബാക്കി ഒന്നിലും സ്ട്രക്ചർ കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ HTML സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ HTML, ഹെഡ്, ടൈറ്റില്, അങ്ങനെ വേണം അതിന്റെ ഒരു ഓർഡർ പോകാനായിട്ട്. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? അടുത്തതിലേക്ക് പോകല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ് കേട്ടോ. നാലാമത്തെ ആൻസർ സി. അടുത്തത് അഞ്ചാമത്തേലേക്ക് പോവാം. ആരും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാണേ. അഞ്ചാമത്തത്, വിച്ച് ആട്രിബ്യൂട്ട് ഈസ് മാൻഡേറ്ററി ഇൻ ദി IMG ടാഗ്. IMG ടാഗിലെ മാൻഡേറ്ററി ആട്രിബ്യൂട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. IMGയിലെ ആൻസർ SRC ആണല്ലേ. ഓക്കെ, ഷനൂപ തെറ്റിച്ചു. ബാക്കി എല്ലാവരും എ പറഞ്ഞേ. ഇനി ആരും പറയണമെന്നില്ല, ഞാൻ ആൻസർ പറഞ്ഞല്ലോ. എ ആണ് ആൻസർ കേട്ടോ. IMG SRC നമ്മളത് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. IMG SRC എന്നാണ് നമ്മൾ ഒറ്റയടിക്കാതെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ടാഗിന്റെ പേര് IMG എന്നാണ്. അതിന്റെ അകത്തുള്ള ആട്രിബ്യൂട്ട് SRC, സോഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് SRC ആണ്. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ആൻസർ എ, SRC. IMG ടാഗ് എഴുതുമ്പോൾ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണ്. SRC ഇല്ലാതെ നമുക്ക് ഇത് എഴുതാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ തെറ്റിയവർ അതുപോലെ കമന്റ് ഇടാതെ അറിയാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ IMG ടാഗിൽ SRC, നമ്മളിങ്ങനെ IMG SRC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പാത്ത് എഴുതും. ആറാമത്തത്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഒമിറ്റ് ദി ആൾട്ട് ആട്രിബ്യൂട്ട് ഇൻ ദി IMG ടാഗ്. പോരട്ടെ. ഓക്കെ, അതിന്റെ ആൻസർ സി ആണ്. ഓക്കെ, ഇമേജ് വിൽ സ്റ്റിൽ ലോഡ് ബട്ട് നോ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഈസ് പ്രൊവൈഡഡ്. IMG ടാഗ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. IMG ടാഗ് ഒരു മാൻഡേറ്ററി അല്ല. IMG ടാഗിന് SRC മാൻഡേറ്ററിയാണ്. SRC ആട്രിബ്യൂട്ട് മാൻഡേറ്ററിയാണ്. SRC കൊടുക്കാതെ നമുക്ക് ഇമേജ് ലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം ആൾട്ട് ടാഗ് മാൻഡേറ്ററി അല്ല. ആൾട്ട് ടാഗ് വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് ഇൻ കേസ് സൈറ്റ് ലോഡ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ സൈറ്റ് അല്ല, ഇമേജ് ലോഡ് ആയില്ലെങ്കിൽ, എന്തെങ്കിലും ക്രാഷ് ഉണ്ടായാലൊക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ട് അവിടെ ഒരു ടെക്സ്റ്റ് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അത് നിർബന്ധമല്ല അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ എക്സാമ്പിൾ റോസാപ്പൂവിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ചെയ്തതാണ്. പോട്ടെ, അടുത്തതിലേക്ക് പോട്ടെ. അടുത്തത് ഏഴാമത്തത് നമ്മൾ ക്ലാസ്സിൽ പറയാത്തൊരു ടോപ്പിക്കാണ്. നിങ്ങളൊന്ന് ഗസ് ചെയ്യ്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഇടുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. ഓക്കെ, എന്നാൽ ആക്ച്വലി അതല്ല, ഹെഡ് ആണ് കേട്ടോ. ഹെഡിന്റെ ടാഗ് HTML5 ഓപ്ഷണലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമ്മൾ മുമ്പ് എഴുതുമ്പോൾ, നമ്മൾ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ HTML ഹെഡ്, ടൈറ്റില്, ബോഡി, അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിനൊരു മാറ്റവും വരുത്തണ്ട. അങ്ങനെ തന്നെയാണ് നമ്മൾ HTML പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നാലും ഇതൊരു സൈഡ് നോളജ് ആണ്. ഓക്കെ, HTML5 ഹെഡ് മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. ഓക്കെ, ടൈറ്റിൽ ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ടൈറ്റിൽ ഓപ്ഷണൽ, ടൈറ്റിൽ നമ്മൾ കൊടുക്കണമല്ലോ, എന്നാലാണല്ലോ മുകളിൽ അത് വരിക. ടൈറ്റിൽ നമ്മൾ അതായത് HTML ഒരു
സ്ട്രക്ചറിൽ നമ്മൾ എന്തായാലും ടൈറ്റിൽ കൊടുക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഗതി അവിടെ മനസ്സിലിരുന്നോട്ടെ. അടുത്തതിലേക്ക് പോവാം, എട്ടാമത്തേലേക്ക് പോവാം. ഇത് HTML ആണോ എന്ന് ചോദിച്ചാൽ HTML ആണ്, ജാവാസ്ക്രിപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ആണ്. അതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എട്ടാമത്തെ ചോദ്യം. അതെ, ഹെഡിന്റെ അകത്താണ് ടൈറ്റിൽ കൊടുക്കുന്നത്. ഇനിയിപ്പോ HTML5ന്റെ പ്രത്യേകത ഹെഡ് ഓപ്ഷണൽ ആണ്, ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെ തന്നെ ടൈറ്റിൽ കൊടുക്കാന്നുള്ളതാണ്. അതാ പറഞ്ഞ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സ്ട്രക്ചർ പോകുന്നുള്ളത് കൊണ്ടാണ് ഇത് കളയാത്തത്. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, എട്ടാമത്തെ എന്റെ ആൻസർ പറഞ്ഞോളൂ. വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ലിങ്ക് ആൻ എക്സ്റ്റേണൽ? ഓക്കെ, നിങ്ങൾ ആൻസർ പറഞ്ഞു തുടങ്ങിയോ? നിങ്ങൾ ഇത് തന്നെയല്ലേ പറയുന്നത്? ബി അപർണ, ബി പ്രജിന, സൗമ്യ. ഓക്കെ, പോരട്ടെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായമുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരുമില്ല. ഷാഹിൻ മാത്രം ആണോ ഉള്ളത്? വേറെ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ലേ? കഴിഞ്ഞോ? ഇത്രയും പേരേ ഉള്ളൂ. എന്നാൽ ആൻസർ ബി അല്ല. ഓക്കെ, ബി ആൻസർ അല്ല. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻ പറയാനുണ്ടോ? ബി ആൻസർ അല്ല. ഓക്കെ, ഓക്കെ. ശരൺ ഡി ആണെന്ന് പറയുന്നു. ശ്രുതി ഡി ആണെന്ന് പറയുന്നു. സുമി ഡി ആണെന്ന് പറയുന്നു. അമൃത ഡി ആണെന്ന് പറയുന്നു. ഞാൻ ആലോചിക്കുന്നതേ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബി ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു ബി അല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല ആൻസർ ഏതാണ്. അപ്പൊ ഒരാള് ഡി ആണെന്ന് പറയുന്നു. അപ്പൊ എന്തിനാ എല്ലാവരും ഡി ആണെന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനെങ്ങനെ ഒരാളെ തന്നെ ഫോളോ ചെയ്യുന്നത്? ഒരാളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ അത് തന്നെ എല്ലാവരും പറഞ്ഞേക്കാന്ന് വിചാരിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവാത്തെ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ മാറ്റിയൊക്കെ പറഞ്ഞൂടെ? എനിക്ക് നിങ്ങളുടെ കമന്റ് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. എന്ത്, ഒരാൾ പറഞ്ഞു എന്നാ പിന്നെ അത് തന്നെ പറഞ്ഞേക്കാന്നുള്ള പോലെയാണ് നിങ്ങൾ കമന്റ് ഇടുന്നത്. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് പറയുന്ന പോലെ തോന്നുന്നില്ല. ഓക്കെ, HRF നോക്കിയാണ് ആൻസർ ഇട്ടത്. ഓക്കെ, എന്നാലേ ആൻസർ ഡിയും അല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ പ്രശ്നം തീർന്നല്ലോ. എല്ലാവരും ഒരു വീട്ടിലാ. ഓക്കെ, അതെന്തിനാ HRF നോക്കി പറയുന്നേ? ഡിയും അല്ല ആൻസർ. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ബാക്കി പോരട്ടെ. ഈ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾ ഏതാ എടുക്കാൻ പോകുന്നത്? അല്ല, നോക്കട്ടെ, എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ. ഇനി നിങ്ങൾ അടുത്തത് ഏതാ എടുക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇവിടെയും നിങ്ങൾ ഒരേ സാധനം തന്നെയാണോ പറയുന്നത്, അതോ മാറ്റി പറയുന്നുണ്ടോ എന്ന് അറിയണല്ലോ. ആൻസർ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ അടുത്ത് ജാവാസ്ക്രിപ്റ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ജാവാസ്ക്രിപ്റ്റ് നമ്മൾ HTML-ന്റെ അകത്ത് എഴുതുന്നത് സ്ക്രിപ്റ്റ് ടാഗിന്റെ അകത്താണെന്ന്. ഓർമ്മയുണ്ടോ? സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇനി ആരും ആൻസർ പറയണ്ട, സി ആണെന്നുള്ളതിന് പറയണ്ട. സി ആണല്ലോ. സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറഞ്ഞ ഒരു ടാഗ് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റ് ടാഗിന്റെ അകത്താണ് നമ്മൾ എഴുതുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ,
അപ്പൊ ജാവ സ്ക്രിപ്റ്റ് HTML അകത്തേക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗിന്റെ അകത്താണ് നമ്മൾ ജാവ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാം. വേറെ ഓക്കെ, ഞാൻ എല്ലാ ഓപ്ഷനും കൂടി എടുക്കട്ടെ. ഇതിന്റെ അകത്ത് സ്ക്രിപ്റ്റ് ടാഗ് വരുന്നത് രണ്ട് സ്ഥലത്താണ്. ഇവിടെയും സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ട്, ഇവിടെയും സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ട്. ലിങ്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ബി പറഞ്ഞത്. എന്നാൽ നമ്മൾ HREF ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ആങ്കർ ടാഗിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ആങ്കർ AHREF ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം IMG ആണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? IMG ആണെങ്കിൽ ഇമേജിന്റെ സോഴ്സ് IMG SRC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അതുപോലെ വേറെ ഒരു ഫയൽ നമുക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് അതിന്റെ സോഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോഴ്സ്, അതിന്റെ സോഴ്സ് എവിടെയാണ്, ഏത് ഫയലിലാണ് അതിന്റെ സോഴ്സ് കിടക്കുന്നത്? ഒരു ഇമേജ് നമ്മൾ കൊണ്ടുവരുന്നു, അപ്പൊ ഇമേജിന്റെ സോഴ്സ് എവിടെയാണ് കിടക്കുന്നത്? ഓക്കെ. അതേസമയം ഹൈപ്പർ ലിങ്ക് റെഫറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ആങ്കർ ടാഗിന്റെ കൂടെയാണ് നമ്മൾ HREF ഉപയോഗിക്കുന്നത്. അതിന്റെ റെഫറൻസ് എവിടെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു ടെക്സ്റ്റിന് ലിങ്ക് കൊടുക്കുന്നു, നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് ഒരു ടെക്സ്റ്റ്, അതിന് നമ്മൾ ലിങ്ക് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ റെഫറൻസ് എവിടെയാണുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ HREF ഉപയോഗിക്കുന്നു. ഓക്കെ. അതേസമയം ഒരു ഇമേജ് ആണെങ്കിൽ അതിന്റെ സോഴ്സ് എവിടെയാണ്, ആ ഇമേജ് എവിടെ കിടക്കുന്നത് എന്ന് കാണിക്കുന്നു. ഓക്കെ, IMGക്ക് SRC ഉപയോഗിക്കുന്നു. അതുപോലെ നമുക്ക് സ്ക്രിപ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് SRC ആണ്. ഓക്കെ, സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് SRC ഫയലാണ്, SRC എന്നുള്ള ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വരുന്നത് സിയിലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ സ്ക്രിപ്റ്റ് SRC എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ HREF കണ്ടതുകൊണ്ട് ആൻസർ ചെയ്യാൻ പോയാൽ ഉത്തരം തെറ്റും. HREF അല്ല, ആൻസർ വരുന്നത് SRC ആണ്. ഓക്കെ, ഇമേജിനും SRC ആണ്, സ്ക്രിപ്റ്റിനും SRC ആണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു വട്ടോ റൗണ്ടോ എന്തെങ്കിലും വരച്ചിട്ട് എഴുതി വെച്ചോ. IMGക്കും SRC ആണ്, സ്ക്രിപ്റ്റിനും SRC ആണ്. ഇനി തെറ്റിക്കരുതേ. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യം ഈ ചോദ്യത്തിന് ആവശ്യം വരും. ഒമ്പതാമത്തെ ചോദ്യത്തിന് ഇപ്പൊ പറഞ്ഞത് ആവശ്യം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. കാരണം എന്റെ ആൻസർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. യെസ്, ആൻസർ ഈസ് ബി. കാരണം നമ്മൾ ഇപ്പൊ പറഞ്ഞു IMGക്ക് SRC ആണ്. അപ്പൊ ഇവിടെ IMG HREF, അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ IMG ലിങ്ക് തെറ്റാണ്. ഇവിടെ IMG SRC ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലേതോ ആണ്. അതിനുശേഷം ഇവിടെ ആൾട്ട്, ഇവിടെ ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതല്ല ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ആൻസർ ഇസ് ബി. ഓക്കെ, സംശയമൊന്നുമില്ല. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സിന്റാക്സ് ഫോർ അപ്ലൈയിങ് എ സോളിഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു എ വെബ് പേജ് യൂസിങ് ഇൻലൈൻ CSS? ഇത് നമ്മൾ CSS നമ്മളുടെ സിലബസിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ്. നമുക്ക് HTML കഴിഞ്ഞാൽ നേരെ ജാവാസ്ക്രിപ്റ്റാണ്. എന്നാലും ഈ ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവർ അത് തന്നെ പറയണ്ടേ. നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞാൽ മതി. ഓക്കെ, വേറെ ഓപ്ഷനുകൾ ആരും പറഞ്ഞില്ലല്ലോ. എല്ലാവരും C ആണോ പറയുന്നത്? ഓക്കെ, ബാക്കി ഇത്ര മതി. ബാക്കി ഇനി ആരും പറയണമെന്നില്ല. ഇതിന്റെ ആൻസർ ബി ആണ്. ബി. ഓക്കെ, ഇതിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, ഇത് ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ ബാക്ക്ഗ്രൗണ്ട് കളറിന് പറഞ്ഞിട്ടുള്ള ടാഗ് വേറെ ആയിരിക്കും. ബോഡി BG കളർന്നോ അല്ലെങ്കിൽ BG കളർ എന്ന് പറയുന്ന ഒരു ടാഗ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. നിലവിൽ നമ്മൾ
HTML5 അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാനായിട്ട് നമ്മൾ CSS എന്ന് പറയുന്ന CSSന്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ. എന്താ CSSന്റെ ഫുൾ ഫോം അതൊന്ന് പറഞ്ഞേ. ഓക്കെ, നമ്മൾ CSS ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഒക്കെ കൊടുക്കുന്നത്. അഥവാ CSSഉം HTMLഉം കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ സ്റ്റൈലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ CSS നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ടാഗിന്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്, എന്നിട്ട് നമ്മൾ അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, അതിന്റെ വാല്യൂ ആയിട്ട് ബ്ലൂ എന്ന് പറയുന്നു. ഇങ്ങനെയാണ് നിലവിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് CSS കോഡാണ്. CSS എന്താ നമ്മൾ പറഞ്ഞിരുന്നു, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എല്ലാവർക്കും അറിയാം അല്ലെ. അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ HTML5-ൽ ഈ സിന്റാക്സ് തന്നെയാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ. HTML5-ൽ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്. മുമ്പ് നമ്മൾ വേറൊരു ടാഗ് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, പക്ഷേ ഇത് HTML അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഇങ്ങനെ ഒരു ടാഗ് ഉണ്ടല്ലോ എന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഇത് CSS ആണ്. ഈ ബോഡി PG കളർ എന്നുള്ളത് പണ്ട് HTML4 വരെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇനി ഇൻ കേസ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ബോഡി സ്റ്റൈൽ എന്ന് പറയുന്ന CSS ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം ബോഡി PG കളർ ഈക്വൽ ടു ബ്ലൂ എന്നുള്ളത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. 11 നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബോഡി PG കളറാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഹെക്സ് വാല്യൂ, ഇതിൽ ആൻസർ വരുന്നത് C ആണ്. കാരണം ഇവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇവിടെ ബോഡി കളർ എന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് വരുന്നില്ല. ഓക്കെ, പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ടു ആഡ് എ പ്ലെയിൻ കളർ എന്ന് കണ്ടോ. പ്ലെയിൻ കളർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്ലെയിൻ കളർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആക്ച്വലി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് അല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ കളറാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങൾക്ക് കളറുകളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് ഹാഷ് ഇട്ടിട്ട് നമ്മൾ ആദ്യം എഴുതുന്നത്, ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഒറ്റ കളറേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കളർ മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ 000 കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഹാഷ് വാല്യൂ എഴുതാൻ പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പൊ ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും, റെഡ് ഗ്രീൻ ബ്ലൂ, ഇതിന്റെ കോമ്പിനേഷൻ ആണ് ഇവിടെ വരിക. അതിന്റെ ഹെക്സ് വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് 2 വാല്യൂ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ ഇത് വരുന്നത് എനിക്ക് റെഡ് ആയിരിക്കും വരുന്നത് അല്ലെ. F എന്ന് പറയുമ്പോൾ ഇത് റെഡ് ആണ്, ഈ റെഡ്. ബാക്കിയുള്ള വാല്യൂ ഒക്കെ 000 ആണ്. ഓക്കെ, അപ്പൊ കളർ കോഡാണിത്. ഓക്കെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ബേസിക് കളറുകൾ, കുറച്ച് കളറുകൾ നമ്മൾ കളറിന്റെ കുറച്ച് കാണിച്ചിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? വൈറ്റ്, ബ്ലാക്ക്, റെഡ്, അങ്ങനെ കുറച്ച് കളറുകളുടെ കോഡ് നമ്മൾ കാണിച്ചു തന്നിരുന്നു. ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞതായിട്ടെങ്കിലും ഓർമ്മയുണ്ടോ? കളർ ഓർമ്മയില്ലെങ്കിലും പറഞ്ഞതായിട്ടെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കുക. അപ്പൊ ബേസിക് ആയിട്ടുള്ള കളറുകളുടെ കോഡ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് പ്ലെയിൻ കളറാണ്. ഇവിടെ ഇതും ഓക്കെയാണ്, അതായത് കോഡ് വൈസ് ഇത് ഓക്കെയാണ്, കോഡിന് ഇതിന് കുഴപ്പമൊന്നുമില്ല. ബോഡി PG കളർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത് റെഡിന്റെ വാല്യൂ, ഇത് ഗ്രീനിന്റെ വാല്യൂ, ഇത് ഇതിന്റെ വാല്യൂ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ കളർ അല്ല, ഇത് ഏതോ മിക്സ് ആണ്. റെഡും ഗ്രീനും ബ്ലൂ കൂടിയുള്ള ഏതോ ഒരു കളർ അത് വരുന്നത്, ഇത് പ്ലെയിൻ കളർ അല്ല വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ യെസ്, ബ്ലാക്ക് 00, വൈറ്റ് FFF അങ്ങനെയാണ് വരുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോട്ടെ. 12. 12ന്റെ ആൻസർ പറയൂ. ബാക്കി നിങ്ങൾ നോക്കണേ, കളർ കോഡ് നിങ്ങൾ സ്വയം നോക്കി കുറച്ച് കളറെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിന്റെ ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഹൗ ഡു യു ഡിഫൈൻ ആൻ അൺഓർഡേർഡ് ലിസ്റ്റ് ഇൻ HTML? വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം. ആൻസർ ബി ആണ്. ഓക്കെ, നമ്മൾ ഇനി അതിൽ ഡിസ്കഷൻ ഇല്ല. ആൻസർ ബി, UL. അൺഓർഡേർഡ് ലിസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് UL ആണ്. ഓക്കെ, പോട്ടെ. 13. 13ലേക്ക് വരൂ. 13. ഹൗ ക്യാൻ യു മെർജ് 2 or more cells horizontally in a table? 13ന്റെ ആൻസർ പറയൂ. എങ്ങനെയാണ് 2 സെല്ലുകൾ ഹൊറിസോണ്ടലി മെർജ് ചെയ്യുന്നത്? അതായത് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് വരുന്നത് അല്ലേ. ടേബിൾ പഠിച്ചപ്പോൾ നമ്മൾ കുറച്ച് സെല്ലുകൾ മെർജ് ചെയ്യാനായിട്ടൊക്കെ പഠിപ്പിച്ചിരുന്നു. സെല്ലുകൾ ഇങ്ങനെ ഒരുമിച്ച് എഴുതാനൊക്കെ വേണ്ടിയിട്ട്. ഇത് നേരത്തെ പോലത്തെ ബി ആണല്ലോ വരുന്നത്. ഒരാൾ ബി പറയുന്നു, എല്ലാവരും ബി പറയുന്നു. അങ്ങനെയാണോ? ആർക്കെങ്കിലും എന്തൊരു മാറ്റി പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, യെസ്, ഇനി എക്കാരുടെ വരവാണ്. ഇനി ബിക്കാരുണ്ടോ? എക്കാര് ന്യൂനപക്ഷമാണ്. ബിക്കാരുണ്ടോ? അല്ല സോറി, ബി ഓൾറെഡി വന്നു അല്ലേ. സിക്കാരുണ്ടോ? സിയും ഡിയും ഉണ്ടോ? ഓക്കെ, നമ്മൾ സമയം കളയുന്നില്ല. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ വരുന്നത്? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൊറിസോണ്ടലി ഇങ്ങനെ ഒരു ടേബിൾ. ഇങ്ങനെ ഒരു ടേബിളിലെ 2 കോളം ഹൊറിസോണ്ടലി വരണം എന്നുണ്ടെങ്കിൽ ആൻസർ ഈസ് ബി ആണ് കേട്ടോ. കോൾ സ്പാൻ ആണ്. ഓക്കെ, തെറ്റിക്കരുത്. കോൾ സ്പാൻ ആണ്. കോൾ സ്പാൻ കൊടുക്കുമ്പോഴാണ് ഒരു കോളത്തിനകത്തുള്ള 2 എണ്ണം ഹൊറിസോണ്ടലി മെർജ് ആവുന്നത്. ഓക്കെ, മെർജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കോൾ സ്പാൻ ഉണ്ട്, റോ സ്പാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോൾ സ്പാൻ ആണ്. ഓക്കെ, കോൾ സ്പാൻ. അപ്പോഴാണ് ഒരു കോളത്തിന്റെ അകത്തുള്ള 2 എണ്ണം ഇങ്ങനെ മെർജ് ആവുന്നത്. ഓക്കെ, കോൾ സ്പാൻ നമ്മൾ എക്സാമ്പിൾ ഒക്കെ വെച്ച് കാണിച്ചിരുന്നല്ലോ. കോൾ സ്പാൻ. ഓക്കെ, ആൻസർ ബി ആണ്. 13ാമത്തെ ആൻസർ ബി ആണ്. ബി ആണ് കേട്ടോ. ഓക്കെ, ഇനി 14ന്റെ ആൻസർ പറയൂ. 13ാമത്തെ ആൻസർ ബി. 14 എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു എക്സ്പ്ലനേഷൻ വേണ്ട സാധനമാണ്. അതിനെപ്പറ്റി ചെറിയൊരു കൺഫ്യൂഷൻ തീർക്കാനുണ്ട് നമുക്ക്. അഥവാ നമുക്കേ വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എൻ ഇൻലൈൻ ഫ്രെയിം ഇൻ HTML? നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലേ? സോറി, കാണുന്നുണ്ടോ? 14ാമത്തെ ആൻസർ വരുന്നത് ബി ആണ്. ഐ ഫ്രെയിം ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ഫ്രെയിം വെക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചത് ഫ്രെയിം സെറ്റ് ആണല്ലോ എന്നുള്ളത്. ആക്ച്വലി ഫ്രെയിം സെറ്റും അതിന്റെ ആൻസറിൽ വരുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഐ ഫ്രെയിം. ഐ ഫ്രെയിം നമ്മൾ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ഒരു ടോപ്പിക്കാണ്. ഐ ഫ്രെയിം എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ഐ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഹെഡിങ് എഴുതി വെക്കുക. ഐ ഫ്രെയിം എന്ന് പറയുന്നത് ഫ്രെയിം സെറ്റിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ ടോപ്പിക്കാണ്.
കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ഞാൻ ഫ്രെയിം സെറ്റ് പറഞ്ഞപ്പോൾ ഐ ഫ്രെയിം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത് ഒരു പഴയ HTML ടാഗാണ്. ഓക്കെ, ഇപ്പോഴും ക്വസ്റ്റ്യനുകളിലൊക്കെ ചിലപ്പോൾ ഫ്രെയിം സെറ്റിനെ കുറിച്ച് വരാറുണ്ട്. ഫ്രെയിം എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വിൻഡോന്റെ അകത്ത് നമുക്ക് ഒന്നിലധികം വെബ് പേജുകളെ പല പല ഫ്രെയിമുകളാക്കിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിം സെറ്റ് എന്നുള്ള ടാഗ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഈ ടാഗ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. HTML5-ൽ ഈ ടാഗിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പേര് മാറ്റി. ഓക്കെ, ഇത് ഉപയോഗിച്ചാൽ ഇപ്പോഴും വർക്ക് ചെയ്യും. ഫ്രെയിം സെറ്റ് എന്നുള്ള ടാഗ് ഇപ്പോഴും വർക്കിംഗ് ആണ്. നമ്മൾ അത് ഉപയോഗിച്ച് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. പക്ഷെ എന്നാലും HTML5-ൽ നമ്മൾ അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിപ്രിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, HTML5-ൽ നമ്മൾ അതിനെ ഡിപ്രിക്കേറ്റ് ചെയ്തു അഥവാ ഒഴിവാക്കി. എന്നിട്ട് നമ്മൾ പകരം ഒരു ടാഗിനെ കൊണ്ടുവന്നു. ആ ടാഗിന്റെ പേരാണ് ഐ ഫ്രെയിം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രെയിം സെറ്റും ഐ ഫ്രെയിമും ഒരേ പർപ്പസിന് ഉപയോഗിക്കുന്ന രണ്ട് ടാഗുകളാണ്. അപ്പോൾ ഇതിലേറ്റവും പുതിയ ആളാരാ? ഐ ഫ്രെയിം ആണ്. ഓക്കെ, പുതിയ ആള് ഐ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ ഐ ഫ്രെയിം എന്നുള്ള ആൻസർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഐ ഫ്രെയിം എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരൊറ്റ കോഡ് നോക്കിയാൽ മതി. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ഫ്രെയിം എന്നുള്ള ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഐ ഫ്രെയിം നമ്മൾ ഇവിടെയും SRC ആണ് ഉപയോഗിക്കുന്നത്. SRC ഈക്വൽ ടു ഒരു വെബ്സൈറ്റിന്റെ പേര് കൊടുക്കുന്നു, വിഡ്ത്ത് ഹൈറ്റ് കൊടുക്കുന്നു, ഐ ഫ്രെയിം ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വെബ് പേജിന്റെ അകത്ത് ഒരു ഫ്രെയിം വരും. ഈ പറയുന്ന സൈസിൽ ഒരു ഫ്രെയിം വരും. ആ ഫ്രെയിമിന്റെ അകത്ത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വെബ് പേജിന്റെ അഡ്രസ്സ് വരും. ഇങ്ങനെയാണ് നമ്മൾ ഐ ഫ്രെയിമിന്റെ ടാഗ് എഴുതുന്നത്. ഐ ഫ്രെയിമിന്റെ ടാഗ് കൂടെ ഓപ്പൺ ചെയ്തു, ഐ ഫ്രെയിമിന്റെ ടാഗ് കൂടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഐ ഫ്രെയിം നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ ഫ്രെയിം സെറ്റ് എഴുതിയതിന്റെ കൂടെ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കുക. അല്ലെങ്കിൽ പുതിയൊരു ഹെഡിങ് ആയിട്ട് ഐ ഫ്രെയിം എന്ന് പറയുന്ന ഒരു പേര് എഴുതി വെക്കുക. ഐ ഫ്രെയിം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വെബ്സൈറ്റിന്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു വെബ് പേജിന്റെ അകത്ത് വേറെ ഒരു വെബ് പേജിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഫ്രെയിം ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അന്നത്തെ ഫ്രെയിമുകളുടെ സാമ്പിൾ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫ്രെയിമിന്റെ ഇങ്ങനെ ഒരു വെബ് പേജ് നമ്മളന്ന് കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് വെൽക്കം ടു ABC കോളേജ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതൊരു വെബ് പേജ് ആണ്. ഇതിന്റെ അകത്ത് 3 ഫ്രെയിമുകളുണ്ട്. ഇവിടെ ഒരു ഫ്രെയിം, ഇവിടെ ഒരു ഫ്രെയിം, ഇവിടെ ഒരു ഫ്രെയിം. ഇത് 3 വെബ് പേജുകളാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഓരോ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും അതിന്റെ അകത്തേക്ക് പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ അന്ന് കാണിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫ്രെയിം സെറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രെയിം സെറ്റിന് പകരം ഇതേ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ടാഗാണ് ഐ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോത്ത് ആർ യൂസ്ഡ് ടു ലോഡ് എക്സ്റ്റേണൽ കണ്ടന്റ്, ബട്ട് ഐ ഫ്രെയിം ഈസ് ദി മോഡേൺ ആൻഡ് റെക്കമെൻഡഡ് മെത്തേഡ് ഫോർ എംബഡിങ് എക്സ്റ്റേണൽ കണ്ടന്റ്. ഓക്കെ, ഫ്രെയിം സെറ്റിനേക്കാളും പുതിയ സാധനമാണ് ഐ ഫ്രെയിം. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ ഇൻലൈൻ ഫ്രെയിം ഇൻ HTML എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ ആൻസർ ഐ ഫ്രെയിം ആണ്. അപ്പോൾ ഫ്രെയിം സെറ്റ് അവിടെ ഉണ്ടെങ്കിലും മോഡേൺ സാധനം ഐ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഐ ഫ്രെയിം ആണ്. ഓക്കെ, ഇനി വീണ്ടും പറയുന്നു, ഇൻ കേസ് ഐ ഫ്രെയിം അവിടെ ഇല്ല, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വേറെ എന്തെങ്കിലും ഒരു ടാഗാണ്, ഇമേജ് എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആൻസർ ഏതാ? സി ആണ്. ഓക്കെ, ഇതാണ് പഴയ മെത്തേഡ്. പണ്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഐ ഫ്രെയിം. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ കമ്പ്യൂട്ടർ സയൻസിൽ. ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോഴേ പഴയത് കളഞ്ഞിട്ടും ഉണ്ടാവില്ല, എന്നാൽ പുതിയത് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ഓക്കെ,
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമ്മളിപ്പോൾ നോക്കിയത് 14. ഓക്കെ, എനിക്ക് തോന്നുന്നു 15 നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് അല്ലേ. 14 ഐഫ്രെയിം പറഞ്ഞു. 15ൻ്റെ ആൻസർ അപ്പോൾ പതിനാറ്. 15 വിട്ടോ, 15 ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ. 16ലേക്ക് പോട്ടെ. 16 പറഞ്ഞാൽ മതി. 16. വിച്ച് ഈസ് ദി കറക്റ്റ് സിൻടാക്സ് ടു ഇൻക്ലൂഡ് കമന്റ്? HTML ഡോക്യുമെന്റിൽ കമന്റ് എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? എല്ലാത്തിലും വ്യത്യാസമുണ്ട് അല്ലേ? കമന്റ് എഴുതുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കമന്റ് എഴുതുന്നത് വേറെയാണ്, HTML കമന്റ് എഴുതുന്നത് വേറെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ പറയുന്നത് പോലെ, ബാക്കിയുള്ളവർ പറയാൻ വരുന്നത് പോലെ ഇതിന്റെ ആൻസർ ഡി ആണ്. 16ന്റെ ആൻസർ ഡി ആണ്. കമന്റ് HTML-നകത്ത് നമ്മൾ കമന്റ് എഴുതുന്നത് ഇങ്ങനെ ടാഗിന്റെ അകത്ത് ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും 2 ഹൈഫൺ ഇട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 16ന്റെ ആൻസർ ഡി ആണ്. പോരട്ടെ, 17. ഇത് പിന്നെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ അല്ല, ഇത് ഒരു GK ക്വസ്റ്റ്യൻ ആണ്. ഹു ഇൻവെന്റഡ് HTML? ആരാണ് HTML-ന്റെ പരിപാടി തുടങ്ങിയത്? അത് കണ്ണടച്ച് ഉത്തരം പറയാവുന്ന ഏതൊക്കത്തിൽ ചോദിച്ചാലും എല്ലാവർക്കും അറിയാം, അത് ടിം ബേണേഴ്സ്-ലീ ആണെന്നുള്ളത്. 17ന്റെ ആൻസർ ബി ആണ്. ഓക്കെ, അടുത്തത് 18ലേക്ക് പോട്ടെ. HTML ടാഗ്സ് വിത്ത് നോ കണ്ടന്റ് ആർ കോൾഡ്. HTML ടാഗ്സ് വിത്ത് നോ കണ്ടന്റ് ആർ കോൾഡ്. 18ലേക്ക് പോരട്ടെ. കണ്ടന്റ് ഇല്ലാത്ത HTML ടാഗ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈസി, എം ടി ടാഗ്. പറയാനൊന്നുമില്ല അല്ലേ? കണ്ടന്റ് ഇല്ലെങ്കിൽ അതിന്റെ പേര് എം ടി ടാഗ്. ഓക്കെ, കണ്ടന്റ് ഇല്ലാതെ എഴുതുന്ന ടാഗിനെയാണ് നമ്മൾ എം ടി ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് കേട്ടിട്ട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കൊരു തോന്നൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഴുതി വെക്കുക. കണ്ടന്റ് ഇല്ലാത്ത HTML ടാഗുകളെ നമ്മൾ വിളിക്കുന്നത് എം ടി ടാഗ്. ഓക്കെ, അടുത്തത് ഇതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 19. വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ ലൈൻ ബ്രേക്ക്? ലൈൻ ബ്രേക്ക്, അതായത് നെക്സ്റ്റ് ലൈനിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആർക്കും ഡൗട്ടില്ല, എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ? ഓക്കെ, ആൻസർ സി ആണ് കേട്ടോ. ക്ലോസിങ് ഇട്ടതും അത് ഞാൻ പറഞ്ഞുതരാം, അതാണ് ഞാൻ പറയാൻ വരുന്നത്. 19ന്റെ ആൻസർ സി ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BR ടാഗ് നമ്മൾ പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ ഹാഷ് ടാഗ് ഇട്ടിട്ടും ചില കോഡിൽ നമ്മൾ എഴുതിയിരുന്നു. അങ്ങനെ എഴുതണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഇട്ടാലും അത് വർക്ക് ചെയ്യും. നമ്മൾ HTML അങ്ങനെ സിൻടാക്സ് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാത്തത് കൊണ്ട് ഒരു ഹാഷ് ഇട്ടാൽ അത് വർക്ക് ചെയ്യും. പക്ഷേ അതിന്റെ ആവശ്യമില്ല, വെറുതെ BR ഇട്ടാണ്. ഓക്കെ, പക്ഷെ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ അങ്ങനെ എഴുതാറുണ്ട്, ചില ബുക്കുകളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ എഴുതിയത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അതിന് ഓപ്ഷനിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ആൻസർ, BR എന്നുള്ളതാണ് അതിന്റെ ആൻസർ. മറ്റൊരു കാര്യമുള്ളത്, BR ടാഗ് ഓപ്പൺ ചെയ്താൽ അത് ക്ലോസ് ചെയ്യണമെന്നില്ല, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, BR ടാഗ് ഇത് ഇങ്ങനെ BR ഇട്ട് കഴിഞ്ഞാൽ ഇത് 2 BR ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, BR ടാഗ് ഓപ്പൺ ചെയ്താൽ BR ടാഗ് ക്ലോസ് ചെയ്യണമെന്നില്ല, BR ടാഗിന് ക്ലോസ് ടാഗ് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിലെ ആൻസർ സി ആണ്. ഓക്കെ, അടുത്തത് 20ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി കറക്റ്റ് സിൻടാക്സ് ഓഫ് BR ടാഗ്? അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ എ ആണ് വരുന്നത്. ഓക്കെ, ഞാനിത് ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഇടാനുള്ള കാരണം, നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എഴുതി കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ എഴുതിയാൽ അത് വർക്ക് ചെയ്യും, പക്ഷെ ആൻസർ എ ആണ്. ഓക്കെ, ഓക്കെ, പോട്ടെ, 21ലേക്ക് പോട്ടെ. 21.
21 പറയൂ. $77 വേറെ ഒന്നും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ വരുന്നില്ല. വേറെ പ്രശ്നം VR തന്നെയാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. വേറെ 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 ഒന്നുമില്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. Which is the correct HTML statement to display H2O in a paragraph? ഈ H2O എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ H2O അല്ല ഇവിടെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്, ഈ H2O ആണ് കേട്ടോ. ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഡി പറഞ്ഞതുകൊണ്ട് ഡി എ ഉത്തരമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആൻസർ ഈസ് ഡി. കാരണം എന്താ, പി എച്ച് എന്ന് എഴുതി, സബ് ടു, സബ്ബാണ് ഈ രണ്ടിന് ഇവിടേക്ക്, ഈ രണ്ടിനെ താഴേക്ക് എഴുതാൻ ഉപയോഗിക്കുന്നത് സബ്ബാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് 2 എന്ന് എഴുതി, സബ് ക്ലോസ് ചെയ്തു, ഓ എന്ന് എഴുതി, പാരഗ്രാഫ്. ഓക്കെ, ആൻസർ ഈസ് ഡി. അടുത്തത് 22 പോരട്ടെ. ചെക്ക് ബോക്സ് വരാൻ വേണ്ടി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ളതാണ്. ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2 ബോക്സ് എന്നിട്ട് ടിക്ക് ഇടുന്ന സംഗതിനെയാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം ആൻസറിൽ തന്നെ ആ ചോദ്യം തന്നെ ആൻസറിൽ ഉണ്ട് അല്ലെ, ആൻസർ ചോദ്യത്തിലുണ്ട്, ഉത്തരമുണ്ട്. അപ്പൊ ആൻസർ ബി ആണ്. ആൻസർ ഇസ് ബി. 23. നമുക്ക് 25 ആവുമ്പോൾ നിർത്താം. ഓക്കെ, 23 പോരട്ടെ. ബി അല്ലെ, ഓർഡേർഡ് ലിസ്റ്റ്. നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റ് ആണ്, നമ്പർ ഇട്ട് വരണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാ, ഓയിൽ. ആൻസർ ഈസ് ബി. 93 ഡി എന്ന് പറഞ്ഞത് തെറ്റാണോ? അല്ല, തെറ്റി പറഞ്ഞതാണോ? ബി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഡി ആയതല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് തെറ്റാണ്. ആൻസർ ഈസ് ബി. അടുത്തത് 24. ഹൗ ക്യാൻ യു എംബഡ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഡയറക്ട്ലി ഇൻ ടു HTML? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. 24. HTML അകത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞേ ഉള്ളൂ അല്ലെ, സ്ക്രിപ്റ്റ് ടാഗിന്റെ അകത്താണ് നമ്മൾ എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ആൻസർ ഈസ് എ. സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, നമ്മുടെ സമയം ഏകദേശം ആയില്ലേ. നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടി നോക്കാം, ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഇത്തിരി ചെറുതാണ്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കി വായിക്കുക. ഇരുപത്തിയഞ്ച്. ഒരു ലിസ്റ്റാണ് നമ്മൾ എഴുതുന്നത്. അതെങ്ങനെയായിരിക്കും വരുന്നത്? അമൃത ആലോചിച്ചെടുക്കണോ? ആകാശ് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡോട്ട് ഇടുന്നു, ഐറ്റം 1. രണ്ടാമത്തെ ലിസ്റ്റിൽ ഐറ്റം 2, മൂന്നാമത്തതിൽ ഐറ്റം 3. അതിൻ്റെ അകത്ത് ഓർഡേർഡ് ലിസ്റ്റിൽ 1, 3.1, 2, 3.2 ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, അഥവാ അൺഓർഡേർഡ് ലിസ്റ്റ് ആണ് ആദ്യം, അതിൻ്റെ അകത്താണ് ഓർഡേർഡ് ലിസ്റ്റ് അല്ലേ. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് വിത്ത് നമ്പേർഡ് ഐറ്റംസ് ഇൻസൈഡ് ഐറ്റം 3. എ ആണ് ആൻസർ. 25ന്റെ ആൻസർ എ ആണ്. വിച്ച് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദാറ്റ് ആൻ ഇൻപുട്ട് ഫീൽഡ് മസ്റ്റ് ബി ഫിൽഡ് ഔട്ട് ബിഫോർ സബ്മിറ്റിംഗ് ദി ഫോം? ഇത് നമ്മൾ പറയാത്തൊരു ടോപ്പിക്കാണ്, എന്നാലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റേണ്ടതാണ്.
ഏതായിരിക്കും? Which attribute is used to specify that? ഓക്കെ, ഞാനിത് ക്ലാസ് എടുക്കാത്തതായതുകൊണ്ട് ഞാൻ എന്തായാലും ആൻസർ പറയാം. ഇതിന്റെ ആൻസർ എ ആണ്. ഓക്കെ, ആൻസർ എ ആണ് കേട്ടോ. അതായത് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫോം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണല്ലോ, അത് ഓർമ്മയുണ്ടല്ലോ, ഫോം എലമെന്റുകളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ ഈ ഫോം എലമെന്റിന്റെ അകത്ത് ഇപ്പൊ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോമ ഇട്ടിട്ട് നമ്മൾ റിക്വയേർഡ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരു ആട്രിബ്യൂട്ട് ആണ്. ഈ റിക്വയേർഡ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോം അത് ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നു, ഫോമിന്റെ അകത്ത് ടെക്സ്റ്റ് ഫീൽഡോ അല്ലെങ്കിൽ റേഡിയോ ബട്ടണോ ചെക്ക് ബോക്സോ അല്ലെങ്കിൽ സെലക്റ്റോ അങ്ങനെ കുറേ എലമെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഫോം എലമെന്റുകൾ. ഈ HTML ഫോം എലമെന്റുകൾ അതിൻ്റെ അകത്ത് നമ്മൾ റിക്വയേർഡ് എന്ന് കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, റിക്വയേർഡ് എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് ആണ്, റിക്വയേർഡ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് മസ്റ്റായിട്ട് ഫില്ല് ചെയ്യണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് റിക്വയേർഡ്. ഓക്കെ, റിക്വയേർഡ് എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ റിക്വയേർഡ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ മാൻഡേറ്ററി എന്നോ അല്ലെങ്കിൽ വാലിഡേറ്റ് എന്നൊക്കെ കാണും, അതൊന്നും ആൻസർ അല്ല, റിക്വയേർഡ് എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ എളുപ്പമാണ്, 27 വളരെ എളുപ്പമാണ്. 27ാമത്തെ ആൻസർ പറയൂ. Which tag is used to define? സി പറയുന്നു, മീര ബി പറയുന്നു. ഓക്കെ, ബാക്കി ഇനി ഏതാ പറയാനുള്ളത്? ബി ആണ് ഭൂരിപക്ഷം തോന്നുന്നു അല്ലേ? ഓക്കെ, നമ്മളത് സമയം കളയുന്നില്ല, അതിന്റെ ആൻസർ ബി ആണ്. 77 എങ്ങനെയാ സി പറഞ്ഞേ? HREF എന്ന് പറയുന്നത് അതിന്റെ ആട്രിബ്യൂട്ട് ആണ്, ആങ്കർ ടാഗ് അല്ലേ? ടാഗ് എ അല്ലേ? ടാഗ് എ ആണ് കേട്ടോ. ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആങ്കർ ടാഗ് എ ആണ്. HREF ടാഗ് അല്ല, അത് അതിന്റെ ആട്രിബ്യൂട്ട് ആണ്. ഹൈപ്പർ ലിങ്ക് അത് നമ്മൾ എന്താ പറയാ, അതിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് എ കഴിഞ്ഞിട്ട് എഴുതുന്നതല്ലേ. ഓക്കെ, അപ്പൊ 27ന്റെ ആൻസർ ബി. ഓക്കെ, 28. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുകയാണ്. പോരട്ടെ. യെസ്, നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. സ്ക്രിപ്റ്റ് ഫയൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സോഴ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് SRC ടാഗ് ആണ് അല്ലെ. സ്ക്രിപ്റ്റ് ടാഗിന് നമുക്ക് സോഴ്സ് ഫയൽ കാണിക്കാൻ സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് SRC ആണ്. വേറൊരു ടാഗിന് നമ്മൾ SRC ഉപയോഗിക്കുന്നുണ്ട്, അത് ഏതിനായിരുന്നു? SRC നമ്മൾ ആട്രിബ്യൂട്ട് ആയിട്ട്, സോഴ്സ് ആട്രിബ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഏത് ടാഗിനായിരുന്നു? അതൊന്ന് പറയാമോ? അതും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. വേറെ ഏത് ടാഗ് കൊടുക്കുമ്പോഴാണ് നമ്മൾ SRC ഉപയോഗിക്കുന്നത് എന്നുള്ളതെന്ന് പറയൂ. യെസ്, ഇമേജ് ടാഗിന് അല്ലെ. ഇമേജ് ടാഗിനും നമ്മൾ SRC ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പോട്ടെ, 29ലേക്ക് പോവാം. What is the correct HTML tag for inserting an inline image? ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരവും അടുത്ത ചോദ്യത്തിന്റെ ഉത്തരവും ഒന്നാണ് അല്ലെ. ഓക്കെ, ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഓക്കെ IMG തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ആൻസറും IMG തന്നെ. IMG ടാഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, 29ന്റെ ആൻസർ IMG ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ HTML ഫയലിലേക്ക് ഒരു ഇമേജിനെ. അപ്പോൾ IMG മാത്രം കൊടുത്താൽ മതിയോ? IMG കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത് പറയണം. അതിന് നമ്മൾ ഏത് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു?
SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു അല്ലേ. ഓക്കെ, അടുത്തത് which HTML element is used to create a checkbox. നമുക്കൊരു ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് എലമെന്റാണ് ഉപയോഗിക്കുന്നത്? ചെക്ക് ബോക്സ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. യെസ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്, ഇവിടെ നമുക്ക് എന്തൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും? ഇവിടെ ചെക്ക് ബോക്സ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അനസ് സി ആണോ പറയുന്നത്? സി അല്ലാട്ടോ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് കൊടുക്കണം. അല്ലാതെ ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു ടാഗ് ഇല്ല, ഇത് ആൻസർ അല്ല. ഓക്കെ, ഇങ്ങനെ ഒരു ആൻസർ ഇല്ല. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് കൊടുത്താലേ ആൻസർ ആവുള്ളൂ. ഓക്കെ, ഓക്കെ, എന്റെ ചോദ്യം അതാണ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്നല്ലാതെ വേറെ എന്തൊക്കെയാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു അതിൻ്റെ അകത്ത് ഈ ചെക്ക് ബോക്സിന് പകരമായിട്ട്, ചെക്ക് ബോക്സ് ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ചോദ്യം HTML ഫോം എലമെന്റ്സ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു അവിടെ എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ പഠിച്ചതാണ്, വിശദമായിട്ട് പഠിച്ചതാണ്. യെസ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുക്കാം, അപ്പൊ നമുക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ് കിട്ടും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് കൊടുക്കാം, നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാസ്വേഡുകളാണെങ്കിൽ നമ്മൾ അവിടെ പാസ്വേഡ് കിട്ടും. ഓക്കെ, വേറെ എന്തൊക്കെയുള്ളത്? അമൃത 2 പറഞ്ഞു, ബാക്കിയുള്ളവർ ബാക്കി പറയൂ. യെസ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുക്കാം, സബ്മിറ്റ് കൊടുക്കാം, റേഡിയോ കൊടുക്കാം അല്ലേ. ഓക്കെ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ ഇതെല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കണം. HTML ഫോം എലമെന്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അതെല്ലാവരും ഓർത്തിരിക്കാം. വിച്ച് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദി ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് എ പേജ് ഇൻ HTML? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ ചോദ്യത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് യൂസിങ് CSS എന്ന് പറഞ്ഞിട്ടുണ്ട്. CSS ഉപയോഗിക്കാതെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ടാഗാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ? യെസ്, വെരി ഗുഡ്. അതിന്റെ ആൻസർ BG കളർ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ടാഗ്. HTML പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത് BG കളർ എന്ന് പറയുന്ന ടാഗാണ്. പക്ഷേ HTML5 വന്നപ്പോൾ നമ്മളത് എന്തിലേക്ക് മാറ്റി? CSS ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നത്. ഈ ടാഗ് ഉപയോഗിക്കാതായി. ഈ ടാഗ് നിലവിൽ ഉപയോഗത്തിലില്ല. ഓക്കെ, ഓക്കെ, അപ്പൊ അതും എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. വിച്ച് HTML എലമെന്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ റേഡിയോ ബട്ടൺ? പോരട്ടെ, 32. ഇതും നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഫോം എലമെന്റുകളെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് അതിന്റെ ഉത്തരം വരുന്നത്? യെസ്, A തന്നെയാണ് അതിന്റെ ഉത്തരം വരുന്നത്. ചിലപ്പോ ആർക്കെങ്കിലും റേഡിയോ എന്ന് പറയുന്നത് ഒരു റേഡിയോ ബട്ടൺ ആണല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ D ആണോ എന്നൊരു സംശയം വരാം. പക്ഷേ D അല്ല, റേഡിയോ ബട്ടൺ എന്നല്ല, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്നാണ്. ഓക്കെ, ഓക്കെ, അടുത്തത് 33. Which attribute is used to merge 2 or more rows in a table? രണ്ടോ അതിലധികമോ റോകളെ ഒരു ടേബിളിന്റെ അകത്ത കാര്യം ചോദിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ റോനെ മെർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റോ മെർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റോ സ്പാൻ അല്ലെ.
കോൾ സ്പാനും ഉണ്ട്, റോ സ്പാനും ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ 1-2 പേര് മെസ്സേജ് അയച്ചിരുന്നു. അവർക്ക് ഞാൻ ആ പറഞ്ഞ റോ സ്പാനും കോൾ സ്പാനും അങ്ങോട്ട് ക്ലിയർ ആയില്ല എന്നുള്ളത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് ഞാനതൊന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ക്ലാസ്സിൽ പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ റോ സ്പാൻ ആണ്. റോ സ്പാൻ നമ്മളൊരു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കോളങ്ങളെയോ റോസിനെയോ നമുക്ക് മെർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റോ സ്പാൻ അല്ലെങ്കിൽ കോൾ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. Which HTML element is used to define a list item? ഒരു ലിസ്റ്റിന്റെ അകത്തുള്ള ഐറ്റങ്ങളെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത്. എല്ലാവരും ബി തന്നെയാണോ പറയുന്നത്? ഇന്നെന്താ ആരും ഒന്നും തെറ്റിക്കാത്തെ? എല്ലാവരും കറക്റ്റ് ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഒക്കെ ഉത്തരം ശരിയാണ്. ആൻസർ ഈസ് ബി. LI ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, LI ടാഗ് ആണ് അല്ലേ? അപ്പൊ ലിസ്റ്റ് എത്ര ടൈപ്പ് ഉണ്ട് അതൊന്ന് പറഞ്ഞേ. എന്തായാലും നമ്മൾ ലിസ്റ്റിൽ എത്തിയ സ്ഥിതിക്ക് എത്ര ടൈപ്പ് ലിസ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്? വേഗം പറ. എത്ര ടൈപ്പ് ലിസ്റ്റ് ഉണ്ട്? ലിസ്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു കോഡൊക്കെ തന്നിട്ട് എങ്ങനെയായിരിക്കും ഇതിന് ആൻസർ എന്നൊക്കെ ആയിരിക്കും ചോദ്യത്തിൽ ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ വലിയ ചോദ്യം കണ്ടില്ലേ? 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഏതാന്ന് കൂടി പറ. DL എന്താണെന്നൊന്ന് പറയാമോ? DL യെസ്, ULOLDL. അപ്പൊ ULOL വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാം. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. DL എന്ന് പറഞ്ഞേ. DL ഡെഫിനിഷൻ ലിസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അല്ലെങ്കിൽ ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? DL എന്ന് എഴുതുന്നു, എന്നിട്ട് അതിന്റെ അകത്ത് LI ഇട്ടിട്ടാണോ എഴുതുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? DLന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ടാഗുകളാണ് വരുന്നത് ഡെഫിനിഷൻ ലിസ്റ്റിന്റെ അകത്ത്? DTDD അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ എല്ലാവരും അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. 35. വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹെഡിങ് ഇൻ HTML? HTML ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളൊരു വെബ് പേജ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ കൊടുക്കുന്നത്? എല്ലാവർക്കും വലിപ്പത്തിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് അല്ലെ? വലിപ്പം ഏറ്റവും കൂടിയത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഏറ്റവും വലിപ്പത്തിൽ കൊടുക്കണമല്ലോ. H1 ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആൻസർ ഈസ് C. യെസ്, വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ആൻസർ ഈസ് C ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. വിച്ച് HTML element is used to create a text input field? ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ആൻസർ ബി ആണ് അല്ലേ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. നമ്മളിപ്പോൾ കുറേ ഇൻപുട്ട് ടൈപ്പുകൾ പറഞ്ഞേ ഉള്ളൂ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 37. വാട്ട് ഈസ് ദി ഫസ്റ്റ് ലൈൻ ദാറ്റ് ഷുഡ് അപ്പിയർ ഇൻ എ മോഡേൺ HTML5 ഡോക്യുമെന്റ്? ഏതാണ്? HTML5 ആണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ലൈൻ എന്തായിരിക്കണം? ഡോക് ടൈപ്പ് HTML എന്നായിരിക്കണം അല്ലേ? ഡോക് ടൈപ്പ് HTML എന്നായിരിക്കണം HTML5ന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ താഴെയാണ് നമ്മൾ HTML ടാഗ്, പിന്നെ മെറ്റാ ടാഗ് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ടാഗുകൾ പഠിച്ച കൂട്ടത്തിൽ മെറ്റാ ടാഗ് നമ്മൾ പഠിച്ചിട്ടില്ല. മെറ്റാ ടാഗ് നമുക്ക് ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളത് പഠിക്കാത്തത്. മെറ്റാ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ മെറ്റാ ഡാറ്റ എന്താന്ന് പറഞ്ഞിരുന്നു. ഡാറ്റ അബൌട്ട് ഡാറ്റ, അതിനാണ് നമ്മൾ മെറ്റാ ഡാറ്റ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ ഈ മെറ്റാ ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ക്യാരക്ടർ സെറ്റ്,
അതായത് ഈ പറയുന്ന നമ്മുടെ ഈ വെബ് പേജിൽ ഏത് ക്യാരക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഏത് ലാംഗ്വേജ് ആണ്, അതായത് ഇപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചൈനീസിലാണ് നമ്മുടെ വെബ് പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചൈനീസ് ക്യാരക്ടർ സെറ്റുകൾ വേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജുകളാണെങ്കിൽ ഇന്ത്യൻ, അങ്ങനെ കുറെ ലാംഗ്വേജ് സെറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിനെ പറ്റിയിട്ടുള്ള ഡാറ്റ അബൌട്ട് ഡാറ്റ ആണല്ലോ, നമ്മുടെ വെബ് പേജിനെ പറ്റിയിട്ടുള്ള ഡാറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് മെറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സൈറ്റിന്റെ ഒക്കെ സോഴ്സ് കോഡ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോക് ടൈപ്പ് HTML താഴെ ഓക്കെ മെറ്റ എന്ന് പറയുന്ന ഒരു ടാഗ് കാണാൻ പറ്റും. ഓക്കെ, ഈ മെറ്റ എന്ന് പറയുന്ന ടാഗ് ഇങ്ങനെ വെബ് പേജിന്റെ ഡാറ്റ എന്തൊക്കെയാണ് അതിൽ വരുന്നത്, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടാഗാണ് മെറ്റ ടാഗ്. ഓക്കെ, അപ്പോൾ ഇതിന് കേട്ടിട്ടില്ല എന്ന് പറയരുത്, അങ്ങനെ ഒരു ടാഗ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള HTML എലമെന്റുകൾ, ഫോം എലമെന്റ്, ടേബിൾ, ഇമേജ്, ലിങ്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഈ മെറ്റ ടാഗിന്റെ ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചു തരുന്ന ചെറിയ ചെറിയ എക്സാമ്പിളിലൊന്നും മെറ്റ ടാഗ് ഇല്ലാത്തത്. ഓക്കെ, പക്ഷെ നമ്മൾ ശരിക്കും ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെറ്റ ടാഗ് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. പിന്നെ HTML ടൈറ്റിലൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി പറയാത്തത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. Which HTML tag is used to define the footer section of a document? ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെന്റിന്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു ഏരിയ, ആ ഹെഡറും ഫൂട്ടറും നമുക്ക് അറിയുന്നതാണല്ലോ അല്ലെ, നമ്മൾ വേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. വേർഡിൽ എങ്ങനെയാ ഹെഡർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന, ഫൂട്ടർ എങ്ങനെയാ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോ അതുപോലെ നമുക്ക് HTML നമുക്ക് ഹെഡറും ഫൂട്ടറും കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫൂട്ടർ ടാഗാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ ഈസ് ഫൂട്ടർ ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഡിവ് എലമെന്റ്? ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടേ ഉണ്ടാവുള്ളൂ. 39ാമത്തെ ആൻസർ പറയും. ഓക്കെ, ഡിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് തന്നെയാണ് ഡിവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ബി ഉത്തരം കൊടുക്കാനായിട്ടൊരു താല്പര്യം വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ബി അല്ല അതിന്റെ ആൻസർ, അതിന്റെ ആൻസർ സി ആണ്. ഓക്കെ, നമ്മൾ ഡിവ് ടാഗ് ഉപയോഗിക്കുന്നത്, ഡിവ് ടാഗ് കൂടുതൽ നമ്മൾ CSSുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഡിവ് ടാഗ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ വെബ് പേജിന്റെ അകത്തുള്ള എലമെന്റുകളെ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന, ഇപ്പൊ ഈ കാണുന്ന സ്ക്രീനിനെ നമുക്കിങ്ങനെ പല പല എന്താ പറയാ, ഈ ഒരു സ്ക്രീനിന് ഞാനിങ്ങനെ പല പല ഡിവിഷൻ ആക്കുകയാണ്. ഇതിപ്പോ എത്ര ഡിവിഷനായി? 1, 2, 3, 4 ഡിവിഷനാക്കി തിരിക്കുന്നു. എന്നിട്ട് ഓരോ ഡിവിഷനെയും എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിവ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്യുകയും ആ ഡിവൈഡ് ചെയ്ത ഓരോ ഡിവിഷനും സെപ്പറേറ്റ് എന്തെങ്കിലും സ്റ്റൈല് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ CSS കൂടി ഉപയോഗിച്ചിട്ട് സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ഡിവ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്രീനിനെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിവിഷനുകളാക്കി തിരിച്ച് സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു HTML ടാഗാണ് ഡിവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവ് ടാഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കണ്ടന്റ് ആൻഡ് അപ്ലൈ സ്റ്റൈൽ ഓർ ഫോർമാറ്റിംഗ്, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ ഓക്കെ ഇനി നമ്മളെ ഞാൻ ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. ഇനി നമ്മൾ ഒരു പുതിയ ടോപ്പിക് അല്ല, നമ്മൾ വിട്ടുപോയതെന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ സിലബസിൽ ഇല്ല, എന്നാലും ചിലപ്പോ HTML ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ HTML, XML, CSS എന്നൊക്കെ പറയുന്നത് SGML ലാംഗ്വേജിന്റെ സബ്സെറ്റുകളാണ്. അതായത് SGML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML, XML, CSS ഇതെല്ലാം SGML എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അഥവാ ഇനി എങ്ങാനും ഇങ്ങനെ ഒരു വേർഡ് ഏതെങ്കിലും ചോദ്യത്തിൽ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. SGML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, SGML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അതിന്റെ താഴെ, അതായത് ഈ സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് ലാംഗ്വേജിൽ വരുന്നതാണ് HTML, XML, CSS എല്ലാം. ഓക്കെ,
അപ്പോൾ HTML ഫുൾ ഫോം നമുക്ക് ഓൾറെഡി അറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അത് വേറൊരു ലാംഗ്വേജ് ആണ്. നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് HTML ഡാറ്റ റെപ്രസെൻറ്റേഷനും അതുപോലെ പരസ്പരം കണക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് അതിന്റെ ഫുൾ ഫോം മാത്രം അറിഞ്ഞിരിക്കാം. ഓക്കെ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അതുപോലെ CSS എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. CSS നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. HTML-മായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇങ്ങനൊരു സംഗതി ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ HTML-ഉം XML-ഉം CSS-ഉം ഒക്കെ വരുന്നത് SGML-ൽ നിന്നാണ്. ഓക്കെ, SGML ആണ് നമ്മളുടെ മെയിൻ ആള്. ആ ലാംഗ്വേജിന്റെ താഴെ വരുന്ന ആളുകളാണ് HTML-ഉം XML-ഉം CSS-ഉം ഒക്കെ. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്രയാണ് നമ്മളുടെ HTML-ന്റെ. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളുടെ HTML-ന്റെ സിലബസ്. നിങ്ങളെല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടാവും. ഞാനിതൊന്നുകൂടി കാണിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ പറയേണ്ടതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് ചോദിച്ച ഡൗട്ടുകൾ ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം ഞാനിത് ഒന്നുകൂടെ കാണിച്ചത് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് പിടികിട്ടാത്തതുണ്ടെങ്കിൽ, എങ്ങനെയാണ് കളർ കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ലേഔട്ട് കൊടുക്കുന്നതെന്നോ ടേബിളിൻ്റെ ലേഔട്ട്, ഇതൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ തന്നെ ചോദിക്കുക. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് അറിയാത്തതെന്നുണ്ടെങ്കിൽ ചോദിക്കുക. കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ അടുത്ത് കോൾ സ്പാനും റോ സ്പാനും എന്താണെന്ന് ചോദിച്ചിരുന്നു. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് എടുത്തത്. നിങ്ങളിവിടെ ഈ ഒരു ടേബിൾ, നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന കോഡ് നിങ്ങൾ നോക്കണമെന്നില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ടേബിളിൽ 3 കോളങ്ങളാണുള്ളത്. ടൈം എന്ന് പറയുന്ന ഒരു കോളം, മൺഡേ എന്ന് പറയുന്ന ഒരു കോളം, ട്യൂസ്ഡേ എന്ന് പറയുന്ന ഒരു കോളം. ഓക്കെ, ഇതിൽ ഇവിടെ മൺഡേയുടെയും ട്യൂസ്ഡേയുടെയും താഴെയായിട്ട് ഓപ്പണിംഗ് കീനോട്ട് എന്ന് പറയുന്നത് 2 കോളങ്ങളെ മെർജ് ചെയ്ത് ഒറ്റ ഇതിലേക്ക് 2 കോളങ്ങളെ മെർജ് ചെയ്തിട്ട് ഈ ഒരു റോ ഇവിടെ ഒറ്റ റോ ആക്കിയിരിക്കുകയാണ്. പക്ഷെ മെർജ് ചെയ്തിരിക്കുന്നത് 2 കോളങ്ങളെയാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഇവിടെ ഇത് റോ അല്ലേ മെർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റോനെ അല്ല ഇവിടെ മെർജ് ചെയ്തിരിക്കുന്നത്. അതാണ് ഡൗട്ട് വന്നത്. റോ അല്ല ഇവിടെ മെർജ് ചെയ്തിരിക്കുന്നത്, 2 കോളങ്ങളെ. ഇപ്പോൾ ഇത് ഒരു കോളം, ഇതൊരു കോളം, ഇത് 2, ഇത് 3 ആണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങളെ മെർജ് ചെയ്തിട്ടാണ് ഇവിടെ ഈ കോളം ഓപ്പണിംഗ് കീനോട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്, കോൾ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ കോഡ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. നമ്മളത് ഇങ്ങനെ എഴുതുന്നത് TD കോൾ സ്പാൻ ഈക്വൽ ടു 2 എന്ന് കൊടുത്തിരിക്കുന്നത്. അവിടെ കോളം സ്പാൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കോളം സ്പാൻ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേ സമയം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 2 റോനെ, അതായത് ആക്ച്വലി ഇത് ഇങ്ങനെയാണല്ലോ, ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ. അപ്പൊ ഇതൊരു റോ, ഇതൊരു റോ, ഈ 2 റോ മെർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒറ്റ കോളം ഇതാക്കി ഒറ്റ സെല്ലാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് രണ്ടുമാണ് നമ്മൾ മെർജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് റോ സ്പാൻ എന്നാണ്. റോ സ്പാൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ റോ സ്പാൻ എന്ന് പറയുന്നു. ഓക്കെ, നമ്മളപ്പോൾ TDയുടെ അകത്ത് റോ സ്പാൻ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് കോളം സ്പാനും റോ സ്പാനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം ഒരു ഡൗട്ട് ചോദിച്ചിരുന്നത്. വേറെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ